ഹലോ ഗൈസ്, ഞാൻ അജയ്. എജയ് ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഫ്രൂട്ടിംഗ് പ്ലാന്റാണ് ഈ കാണുന്നത്. കേരളത്തിൽ വളരെ സുലഭമാണ്. ഇതിൻ്റെ പേരാണ് സപ്പോട്ട. ചിക്കു എന്നും പറയും. 80s കിഡ്സിനോട് ചിക്കു എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ചിക്കു മിൽക്ക് ഷേക്ക് ആയിരിക്കും. എനിക്കും അത് തന്നെയാണ് ഓർമ്മ വരുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ചിക്കു തന്നെയായിരുന്നു. അധികം ചോയ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല മിൽക്ക് ഷേക്കിൽ. ഷാർജ ഉണ്ടായിരുന്നു, ചിക്കു ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു സ്കൂളിനടുത്തുള്ള കൂൾ ബാറിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൽ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ചിക്കുവാണ്. ഇന്ന് ചിക്കു ഷേക്കിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സപ്പോട്ട എങ്ങനെ പരിചരിക്കണം, ഇതിന് എന്തൊക്കെ വളങ്ങൾ നൽകണം, ഈ സപ്പോട്ട പാകമായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മാനുവലായിട്ട് പോളിനേഷൻ നടത്തുക, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോട്ടയുടെ തൈ ഉണ്ടാക്കാനായി സപ്പോട്ടയുടെ കുരു നട്ടാൽ മതി. ഫസ്റ്റ് ഫ്രൂട്ടിനായി ഏകദേശം 7 വർഷം അല്ലെങ്കിൽ 8 വർഷം കാത്തിരിക്കണം. ശരിക്കും പേഷ്യൻസ് വേണ്ട ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് അത്രയും ക്ഷമയില്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സറിയിൽ പോയി ഗ്രാഫ്റ്റ് ചെയ്ത തയ്യോ അല്ലെങ്കിൽ ലെയർ ചെയ്ത തയ്യോ വാങ്ങാം. ഇങ്ങനെയുള്ള തൈകൾ നട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അതിനുള്ളിൽ ഫസ്റ്റ് ഫ്രൂട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നടുമ്പോൾ നിങ്ങൾ കുറച്ച് ചാണകപ്പൊടി ഇടുക, എല്ലുപൊടി ഇടുക, വേപ്പ് പിണ്ണാക്ക് ഇടുക, ഇത്രയൊക്കെ ഇട്ടിട്ട് നടുക. അതിനുശേഷം അത്രയ്ക്ക് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ സ്ലറി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചാണകം ഇട്ട് കൊടുക്കുക, അത്രയൊക്കെ മതി. വലിയ പരിചരണമൊന്നും ഇല്ലാതെ നന്നായിട്ട് കാതരുന്ന ഒരു ഫ്രൂട്ടിംഗ് പ്ലാന്റ് തന്നെയാണ് സപ്പോട്ട. സപ്പോട്ടയിൽ നല്ല ഡെൻസായിട്ട് പൂക്കളുണ്ടാകുന്ന മാസം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസവും ജാനുവരി ഫെബ്രുവരി മാസമാണ്. ഈ പറഞ്ഞ മാസങ്ങളിലാണ് നല്ല ഡെൻസായിട്ട് ഈ സപ്പോട്ടയിൽ പൂക്കൾ ഞാൻ കണ്ടിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പൂക്കളുണ്ടാവും, പക്ഷേ അത് ആയിട്ട് കൺവേർട്ട് ആവുകയില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പോളിനേഷൻ നടക്കാത്തതാണ്. പിന്നെയുള്ള കാരണം എന്ന് പറയുന്നത് ചൂടാണ്. നല്ല വെയിലുള്ള സമയത്താണ് പൂക്കളുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ സപ്പോട്ട മൊത്തത്തിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, ഇലയിലും എല്ലായിടത്തും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പൂ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. സ്പ്രിങ്കിൾ ചെയ്തേ കൊടുക്കാവുള്ളൂ. കുത്തി വെള്ളം ഒഴിക്കരുത്. കുത്തി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൂ നശിച്ചു പോകും. അങ്ങനെ ചെയ്യാതിരിക്കുക. സാധാരണ പോളിനേഷൻ നടത്തുന്നത് ബീസും ആൻസും ബാറ്റ്സും ഒക്കെയാണ്. ഇവർക്ക് ഇത് വന്ന് പോളിനേറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർ വന്ന് പോളിനേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് പോളിനേഷൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. മാനുവലായിട്ട് പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതായി മൊട്ട് കണ്ടില്ലേ, ഇത് കുറച്ചൊന്ന് തുറന്നു വരണം. ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് മാനുവലായിട്ട് പോളിനേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇത് കുറച്ചുകൂടെ ഒന്ന് തുറന്നു വരണം. അങ്ങനെയുള്ള മൊട്ട ഉണ്ടോ എന്ന് നോക്കാം. ഇതാ ഈ ഒരു മൊട്ട് കണ്ടില്ലേ, ഇത് അത്യാവശ്യം തുറന്നു വന്നിട്ടുണ്ട്. ഇത്രയും തുറന്നു വരണമെന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് തുറന്നു വരുമ്പോഴും നമുക്ക് മാനുവലായിട്ട് പോളിനേഷൻ നടത്താം. ഇതിൻ്റെ ഈ ടോപ്പ് പോർഷനിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളിലായിട്ട് സ്റ്റിഗ്മ കാണാം. ഇത് കണ്ടില്ലേ, ഇതാണ് സ്റ്റിഗ്മ. ഒറ്റയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്നില്ല നടുക്കായിട്ട്, അത് സ്റ്റിഗ്മയാണ്. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ട് പോളൻ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ആ പോളൻ സ്റ്റിഗ്മയിലേക്ക് നമ്മളൊന്ന് മുട്ടിച്ചാൽ മതി. അതിനായിട്ട് ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടത്തിലൊന്നും പ്രസ് ചെയ്യരുത്, ഈ ഭാഗത്തോ ഇവിടെ ഒന്നും പ്രസ് ചെയ്യരുത്. എപ്പോഴും ഇതിൻ്റെ ടിപ്പിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത്. ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, നടുക്ക് സ്റ്റിഗ്മ, അതിന് ചുറ്റും പോളനും ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ടിപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പോളിനേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ പൂവിൽ നിന്ന് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ സപ്പോട്ടയ്ക്ക് ഒരു കറയുണ്ട്. ആ കറ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടാപ്പ് ചെയ്തെടുക്കാം. മെക്സിക്കോയിലുള്ളവരാണ് അങ്ങനെ കറ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ആ കറയ്ക്ക് ചിക്കിൾ എന്നാണ് പറയുന്നത്. ചിക്കിൾ ഉപയോഗിച്ച് ചൂയിങ്കം ഉണ്ടാക്കാറുണ്ട് മെക്സിക്കോയിലുള്ളവർ. പറയപ്പെടുന്നത് മായൻ സിവിലൈസേഷൻ കാലത്താണ് ചിക്കിൾ കൊണ്ട് ചൂയിങ്കം ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചതെന്നാണ്. അത്രയ്ക്ക് കാലപ്പഴക്കമുണ്ട്. ആ മായൻ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന മെക്സിക്കൻസ് ആണ് ചിക്കിൾ ഉപയോഗിച്ച് ചൂയിങ്കം ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ ഒറിജിൻ മെക്സിക്കോയിലും സെൻട്രൽ അമേരിക്കയിലും തന്നെയാണ്. പക്ഷേ ഇത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ സുലഭമായി കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടിംഗ് ട്രീ ആണ്. സപ്പോട്ട മൂത്തോ എന്ന് കണ്ടുപിടിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമല്ല. ചിലപ്പോൾ അണ്ണാനോ അല്ലെങ്കിൽ ബാറ്റ്സോ ഒക്കെ തിന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുക സപ്പോട്ട പാകമായിരുന്നുവെന്ന്, അതായത് മൂത്തുവെന്ന്. ഇത് അണ്ണാനോ അല്ലെങ്കിൽ ബാറ്റ്സോ തിന്നുന്നതിന് മുമ്പ് എങ്ങനെ സപ്പോട്ട മൂത്തോ എന്ന് കണ്ടുപിടിക്കാമെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. മൂത്തോ എന്നറിയാനായി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സർഫേസിൽ സ്ക്രാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു പച്ച കളറാണ് വരുന്നത്. ഇത് മൂത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ പച്ച കളർ വരുന്നത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ യെല്ലോയിഷ് ഗ്രീൻ അല്ലെങ്കിൽ ബ്രൗണിഷ് ഗ്രീൻ ആണ് വരുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് പിഞ്ചാണ്. ഒരു യെല്ലോവിഷ് ഗ്രീൻ പോലെയാകണം അല്ലെങ്കിൽ ബ്രൗണിഷ് ഗ്രീൻ പോലെയാകണം. ആ ഒരു കളർ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ഇതിപ്പോൾ പ്രോപ്പർ ഗ്രീൻ ആണ്. ഇനി വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട് മൂത്തോ എന്നറിയാനായിട്ട്. അത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നോക്കിയാൽ മതി. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മൂവ് ഒന്നും ആകുന്നില്ല.
ഇതിപ്പോൾ മൂത്തിരുന്നെങ്കിൽ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞ് കയ്യിലിരുന്നേനെ. സപ്പോട്ടയിൽ ഇപ്പോൾ മൂത്ത കായൊന്നുമില്ല, അതുകൊണ്ട് പറിച്ച് എനിക്ക് കാണിക്കാൻ സാധിക്കില്ല. പാകമായി വരുന്നേ ഉള്ളൂ. പാകമായ സപ്പോട്ട പറിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ ചിക്കിളുണ്ടാകും, ആ ഒരു കറയുണ്ടാകും. ആ കറയൊന്ന് ഉണങ്ങണം. അതിനുശേഷം പഴുപ്പിക്കാൻ വെക്കണം. ഒരു 3 രീതിയിൽ നമുക്ക് പഴുപ്പിക്കാൻ സാധിക്കും. സപ്പോട്ട അരിയിൽ പൂഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വൈക്കോൽ ഇടുക. അതിനുശേഷം ഒരു നിര സപ്പോട്ട എടുക്കുക, അതിനുശേഷം വീണ്ടും വൈക്കോൽ ഇടുക. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കാർഡ്ബോർഡ് ബോക്സിൽ എത്ര ലെയർ കൊള്ളുവോ അത്രയും ലെയർ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം കാർഡ്ബോർഡ് ബോക്സ് അടച്ചു വെക്കുക. ഒരു 4-5 ദിവസത്തിനുള്ളിൽ സപ്പോട്ട പഴുക്കും. സപ്പോട്ടയുടെ മൂപ്പിനനുസരിച്ചായിരിക്കും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഏതെങ്കിലും സപ്പോട്ട പഴുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കുക. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ചണച്ചാക്കിൽ സപ്പോട്ട എല്ലാം ഇടുക, അതിനുശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്താലും ഒരു 4-5 ദിവസത്തിനകം സപ്പോട്ട പഴുക്കും. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.